ഉപ്പുതറ സർക്കാർ ആശുപത്രിയിലെ ഫാർമസി കോംപ്ലക്സ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് മുൻ MLA ES ബിജിമോളാണ് ഫാർമസി കോംപ്ലക്സിന് 90 ലക്ഷം രൂപ അനുവദിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായി 3 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. പ്ലംബിംഗ്, വയറിംഗ് എന്നിവയുടെയും ഫർണിച്ചറിന്റെയും കുറവാണ് പ്രവർത്തനത്തിന് തടസ്സമാവുന്നത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയാണ് കട്ടപ്പന ബ്ലോക്കിലെ അമ്മ CHC. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഇടുങ്ങിയ മുറിയിലാണ് ഈ ആശുപത്രിയിലെ ഫാർമസി പ്രവർത്തിക്കുന്നത്. ഫാർമസിയുടെ പരിമിതികൾ മനസ്സിലാക്കിയ മുൻ MLA ES ബിജിമോൾ ഫാർമസി കോംപ്ലക്സ് നിർമ്മിക്കാൻ 90 ലക്ഷം രൂപ അനുവദിക്കുകയും 70 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്ത കരാറുകാരൻ കെട്ടിടം സമയബന്ധിതമായി നിർമ്മിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പായി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് വയറിങ്ങിനും പ്ലംബിങ്ങിനും മറ്റ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുമായി ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് വന്ന MLA തുടർ നടപടിയിൽ നിന്നും പിന്നോക്കം പോയതുമാണ് ഫാർമസി കോംപ്ലക്സ് പ്രവർത്തിക്കുന്നതിന് തിരിച്ചടിയായത്. ഫാർമസി കോംപ്ലക്സ് എന്നൊരു കെട്ടിടം ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് പണി പൂർത്തീകരിച്ചാണ്. കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്താണ് അത് പൂർത്തീകരിക്കുന്നത്. ആ കെട്ടിടം പൂർത്തീകരിച്ചപ്പോൾ അതിനാവശ്യമായ ഫർണിച്ചർ ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്നും നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഫർണിച്ചർ നൽകുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ECG, ഫാർമസി ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഈ കോംപ്ലക്സിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് പലവട്ടം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും ഇത് മാറ്റുവാൻ ഈ മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ജില്ലാ DMOയോ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. വളരെ അടിയന്തരമായി, പ്രത്യേകിച്ച് ഉപ്പുതറയിൽ അറിയാം, ഡോക്ടറുടെ കുറവുകൾ. ഉപ്പുതറ പഞ്ചായത്ത് കണ്ണമ്പടി തുടങ്ങിയ ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകൾ, രോഗികൾ ഏതാണ്ട് 10-15-20 കിലോമീറ്റർ താണ്ടി ഉപ്പുതറയിലാണ് എത്തേണ്ടത്. പക്ഷേ 10 പേര് ഒരുമിച്ച് അടുത്ത് വന്നാൽ നിന്ന് മരുന്ന് വാങ്ങാനുള്ള സൗകര്യം ഇപ്പോഴത്തെ ഫാർമസിക്കില്ല. അതിനൊരു പരിഹാരമെന്ന നിലയിൽ പണിതിട്ടുള്ള പുതിയ കെട്ടിടം ചുമ്മാ കിടക്കുകയാണ്. ആ കെട്ടിടത്തിലേക്ക് ഫാർമസിയും ECG സംവിധാനവും മാറ്റി അടിയന്തരമായി പാർപ്പിക്കണം. ഇല്ലെങ്കിൽ മനോഹരമായ കെട്ടിടം സമീപത്ത് കൂട്ടിയിട്ടിരിക്കുമ്പോഴാണ് അസൗകര്യങ്ങളുടെ നടുവിൽ ഒരു ഫാർമസി പ്രവർത്തിക്കുന്നത്. കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രതിസന്ധിയെന്ന് ഭരണകക്ഷിയും, അതല്ല MLAയും ഭരണകക്ഷിയുടെയും കെടുകാര്യസ്ഥതയാണ് തടസ്സമെന്ന് പ്രതിപക്ഷവും കുറ്റപ്പെടുത്തുന്നതും മാത്രമാണ് നടക്കുന്നത്. അടിയന്തരമായി ഫാർമസി കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ.